അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചക്കക്കുരു ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാനിതിലേക്കായിട്ട് കുറച്ച് ചക്കക്കുരു ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ഹാഫ് വേവിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഗ്യാസിലോട്ടേക്ക് ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു ഹാഫ് വേവിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒരു പകുതി വേവിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. നമുക്കൊരു ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ തൊലിയോട് കൂടിയിട്ടാണ് ചതച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്കിതിന് കിട്ടും. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു വറ്റൽ മുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ പകുതി വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നേരത്തെ വേവിക്കുന്ന സമയത്ത് ചേർത്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അടച്ചിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റോടെടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചക്കക്കുരു ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പോലും ഇത് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്